ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ IIM ബാംഗ്ലൂരിൻ്റെ ബാക്ക്ഡ്രോപ്പിലാണുള്ളത് ആൻഡ് ഐ എം നോട്ട് ഗോയിങ് ടു ടോക്ക് അബൌട്ട് ക്ലാറ്റ്. പക്ഷേ ക്ലാറ്റിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ക്ലാറ്റ് എല്ലാവർക്കും അറിയാം, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്, ഇന്ത്യയിലുള്ള ഏറ്റവും മികച്ച ലോ പഠിക്കാനുള്ള യൂണിവേഴ്സിറ്റീസ് ആയിട്ടുള്ള നമ്മുടെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ്. അതിപ്പം പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പം കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസ് പോലെയുള്ള ഇന്ത്യയിൽ 26 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഈ 26 യൂണിവേഴ്സിറ്റികളും അക്സെപ്റ്റ് ചെയ്യുന്ന സ്കോർ എന്ന് പറയുന്നത് ക്ലാറ്റ് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാമിൻ്റെ സ്കോറാണ്. ഈ എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നത് ഡിസംബർ ഫസ്റ്റ് വീക്കിലായിരിക്കും. ജൂലൈ ഫസ്റ്റ് വീക്ക് തൊട്ട് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ കുട്ടികൾക്ക് ഏറ്റവും വലിയ സന്തോഷ വാർത്ത, നമ്മൾ ന്യൂവാൽസ് കൊച്ചിയിൽ, അതായത് കേരളത്തിലെ ഏറ്റവും മികച്ച, ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് ആയിട്ടുള്ള ന്യൂവാൽസ് കൊച്ചിയിലെ കുട്ടികൾ നിങ്ങളെ മെൻറ്റർ ചെയ്ത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന് പഠിപ്പിക്കുന്ന പ്രോഗ്രാം ജൂലൈ ഫസ്റ്റ് വീക്ക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഡു രജിസ്റ്റർ. നമ്മളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആൻഡ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പേരൻസ് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പം ഓൾറെഡി MBA ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ, നിങ്ങളുടെ കുടുംബത്തിലോ ഫാമിലിയിലോ ആരെങ്കിലും ഈ ഒരു ക്ലാറ്റിന് പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ ലോയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊരു പ്രോഗ്രാമാണ്. ഇതിൽ എല്ലാ റിസോഴ്സസും നമ്മുടെ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. ഇതെല്ലാം എല്ലാവർക്കും ആക്സസ് ചെയ്യാമെങ്കിൽ പോലും മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ട് സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ കിട്ടുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഒരു വലിയൊരു ബാച്ച് തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഒരു 100ഓളം കുട്ടികളെ നമ്മൾ മെൻറ്റർഷിപ്പോട് കൂടി ട്രെയിൻ ചെയ്യുന്നുണ്ടാവും. ഈ വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ടിൽ എനിക്ക് പറയാനുള്ളത്, എന്തുകൊണ്ട് നിങ്ങൾ ഒരു നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കണം. നിങ്ങൾ ഏത് കോഴ്സ് എടുക്കുമ്പോഴും, നിങ്ങൾ എഞ്ചിനീയറിംഗ് എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് IITയിൽ പോകണം, നിങ്ങൾ ലോ എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ പോകണം, അല്ലെങ്കിൽ നിങ്ങൾ MBA എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് IIMൽ പോകണം. അപ്പം ഞാനിവിടെ ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് Tier 1 കോളേജുകളിൽ പോയി കഴിഞ്ഞാൽ പൊതുവേ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു സ്റ്റേറ്റ് ലോ കോളേജിൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലോ കോളേജിൽ പോകുമ്പോൾ ഉള്ളതും ഒരു നാഷണൽ ലെവൽ കോളേജിൽ പോകുമ്പോൾ ഉള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് ഞാൻ 1-2 ഉദാഹരണം കൊണ്ട് പറഞ്ഞുതരാം. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നതാണ്. സോ കോഴിക്കോട് ജനിച്ച് വളർന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എൻ്റെ PGക്ക് IIM ഇൻഡോറിൽ പോകുന്നത് വരെ എൻ്റെ മനസ്സിലെ ഏറ്റവും ലോകത്തിലെ ബെസ്റ്റ് ബിരിയാണി എന്ന് പറയുന്നത് കോഴിക്കോടൻ ബിരിയാണി ആയിരുന്നു. ഞാൻ ഒരുപാട് ആൾക്കാരുമായിട്ട് അടി പിടിക്കുമായിരുന്നു, കോഴിക്കോടൻ ബിരിയാണിയാണ് ഏറ്റവും മികച്ച ബിരിയാണി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ കേരളത്തിന് പുറത്തു പോവുകയും പല ടൈപ്പ് ബിരിയാണികൾ ടേസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ കോഴിക്കോട് ബിരിയാണി മുന്നിൽ തന്നെ ഉണ്ടാവും, ഏറ്റവും ടോപ്പിൽ തന്നെ ആണെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കി കോഴിക്കോടൻ ബിരിയാണി മാത്രമല്ല ലോകത്തുള്ള ഒരേ ഒരു അല്ലെങ്കിൽ ഒരു മികച്ച ബിരിയാണി എന്ന് പറയുന്നത്. ലോകത്തിൽ ഒരുപാട് തരം ബിരിയാണികൾ, ആയിരക്കണക്കിന് ടൈപ്പ് ഓഫ് ബിരിയാണികളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. ഇതുപോലെയുള്ള ഒരു ബ്രോഡർ ഒരു വിഷൻ, അതായത് മാത്രമല്ല ഞാൻ വിചാരിച്ചത് കോഴിക്കോടൻ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. പക്ഷേ നോർത്ത് ഇന്ത്യയിലുള്ള പല എൻ്റെ ഫ്രണ്ട്സും ഇവിടെ വന്ന സമയത്ത് അവർക്ക് കോഴിക്കോടൻ ബിരിയാണി ഇഷ്ടപ്പെട്ടില്ല. അവർ പറയുന്നത് ഇതെന്താ ഒരു എരിവും പുളിയൊന്നും ഇല്ലല്ലോ എന്നുള്ളതാണ്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിനകത്ത് അതുവരെ പഠിച്ച എനിക്ക് ഉണ്ടായിരുന്ന വീക്ഷണങ്ങൾ, ലോകത്തെക്കുറിച്ചുള്ള വീക്ഷണങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഉണ്ടായിരുന്ന ഐഡിയാസ് എല്ലാം വളരെ ലിമിറ്റഡ് ആയിട്ടായിരുന്നു. പക്ഷേ ഞാനൊരു നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയപ്പോൾ, ഞാൻ അതുവരെ ഓണവും ക്രിസ്മസും പെരുന്നാളും മാത്രം സെലിബ്രേറ്റ് ചെയ്തിരുന്ന ഞാൻ അവിടെ പോയിട്ട് ലോറി, മകർ സംക്രാന്തി, പുതിയ ഫെസ്റ്റിവൽസ്, പുതിയ നാട്ടിൽ നിന്നുള്ള പല ലാംഗ്വേജ്, പല ഭക്ഷണം കഴിക്കുന്ന പല ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. അത് നമ്മളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഒരു നമ്മൾ എത്രത്തോളം ബ്രോഡറായിട്ട് ചിന്തിക്കാൻ വേണ്ടി അത് പ്രേരിപ്പിക്കും എന്നുള്ളത് വലിയൊരു ക്രിട്ടിക്കൽ ഫാക്ടറാണ്. പിന്നെ ഉള്ളൊരു വലിയൊരു ഫാക്ടർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ ചിന്തിക്കുന്നതിൻ്റെ ഒരു ഫംഗ്ഷനായിട്ടായിരിക്കും. നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാർ സ്ഥിരമായിട്ട് സംസാരിക്കുന്നത് ട്രേഡിങ്ങിനെ കുറിച്ചും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കും ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ടാകും. എല്ലാവരും ബിസിനസ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്കും അതിനോടൊരു താല്പര്യം ഉണ്ടാകും. എല്ലാവരും ഫുട്ബോളിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നാച്ചുറലി നമുക്കും അതിനകത്തോട്ടൊരു ഇൻക്ലിനേഷൻ ഉണ്ടാവും. അതുപോലെ നമ്മളൊരു നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്ന സമയത്ത് അവിടെയുള്ള കുട്ടികൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്രീം ലെയർ ആയിട്ടുള്ള പല സ്റ്റേറ്റ്സിൽ നിന്നുള്ള കുട്ടികൾ വരുമ്പം അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന കുറേ ഇൻപുട്സ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ആൻഡ് ഇത് ഒക്കെയാണ് ഇതിന് പുറമേ നിങ്ങൾക്ക് കിട്ടുന്ന കുറേ ബെനിഫിറ്റ്സ്. ഇനി ലോയുടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ, സാധാരണ ഒരു ലോ എടുക്കുന്ന ഒരാൾക്കാർ ഒരു BCom അല്ലെങ്കിൽ ഒരു BA അല്ലെങ്കിൽ ഒരു BBA എടുത്തതിന് ശേഷം ലോയിന് പോകുമ്പോൾ 6 വർഷം സ്പെൻഡ് ചെയ്യുന്നിടത്ത് ഈ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമായിട്ടാണ് ഈ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് ഇത് കൊടുക്കുന്നത്. അതായത് 5 വർഷത്തിൽ നിങ്ങൾക്കൊരു BA + LLB അല്ലെങ്കിൽ BCom + LLB എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ശരിക്കും അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് 1 വർഷം സേവ് ചെയ്യാം. 2, ലോ കഴിയുന്ന ആൾക്കാർക്ക് പൊതുവേ ഉള്ളൊരു മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ലോ കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സാലറിയിൽ നമ്മുടെ പഴയ ശ്രീനിവാസൻ്റെ യെസ് യുവർ ഓണർ എന്ന് പറയുന്ന സിനിമയിലെ പോലെ കുറേ സ്ട്രഗിൾ ചെയ്യണം, വളരെ ചെറിയ സാലറിയിൽ സെറ്റിൽ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ലിറ്റിഗേഷന് പോകുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി സ്റ്റാർട്ടിങ് സാലറിയിൽ 20,000 റേഞ്ചിലായിരിക്കും. പക്ഷേ ഇതല്ലാതെ ഇപ്പം NGOs അല്ലെങ്കിൽ സോഷ്യൽ സെക്ടറിൽ പോവുകയാണെങ്കിൽ ഒരു 50,000 to 60,000 മന്ത്ലി ഏൺ ചെയ്യാൻ, അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനീസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50,000 to 1.2 1.3 ലാക്സ് വരെ, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ ഒരു 2 ലാക്സ് വരെയൊക്കെ മന്ത്ലി സ്റ്റാർട്ടിങ് സാലറി കിട്ടാനുള്ള രീതിയിലുള്ള ഓപ്ഷൻസ് നിങ്ങൾക്കൊരു നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പോൾ ലോ എടുത്തുകൊണ്ട് കിട്ടുന്നുണ്ടാവും. ആൻഡ് ഇങ്ങനെയുള്ള കമ്പനീസ് പ്ലേസ്മെൻറ്റിന് വരുന്ന ഒരു കൾച്ചർ ഇപ്പം ആസ് ഓഫ് നോ ഇന്ത്യയിൽ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു എക്സ്പോഷർ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ലേണിങ്സ് വളരെ വലുതായിരിക്കും. അപ്പോൾ ഇത് ഒരിക്കലും എക്സ്പ്ലോർ ചെയ്യാതെ പോകരുത്. നിങ്ങൾ നമ്മുടെ പ്രോഗ്രാമിലൂടെ ഈ പറയുന്ന ഈ മെൻറ്റേഴ്സൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഒരു ചേഞ്ചസും ഒരു കുറച്ചുകൂടി ഡ്രീം ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ പറ്റുന്നുണ്ടാവും എന്നെനിക്ക് ഉറപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ആൻഡ് ഇതിൽ ഏറ്റവും ഡിസർവിങ് ആയിട്ടുള്ള ഒരു സാധാരണ പുറത്തുള്ളൊരു കോച്ചിങ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന, എന്നാൽ ലോയിൽ എന്തെങ്കിലും പെർസ്യൂ ചെയ്യണമെന്ന് ആഗ്രഹം ഉള്ള ആൾക്കാർ നിങ്ങളുടെ സർക്കിളിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവർക്കിത് എത്തിച്ചു കൊടുക്കുക. ബിക്കോസ് ദാറ്റ് വിൽ ബി ഓഫ് ഗ്രേറ്റ് ഹെൽപ്പ് ഫോർ ദം. ഇനി അതല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളുകളിൽ ഇത് എത്തിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ പഠിച്ച നിങ്ങളുടെ പഴയ സ്കൂളിലൊക്കെ ഇത് എത്തിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്. നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളിലെ ടീച്ചറാണിത് കാണുന്നതെങ്കിൽ കമൻറ്റിൽ പറയുക. നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇതിനുള്ള കൂടുതൽ ഇൻഫർമേഷനും മെൻറ്റർഷിപ്പും ഒക്കെ തരാൻ പറ്റുന്നതായിരിക്കും. സോ താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ആൻഡ് ഐ ബിലീവ് ദാറ്റ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ഉണ്ടാവുമെന്ന്. So thanks a lot for watching once again. I'll be soon coming up with more interesting video, and do subscribe to my channel. Bye bye.